ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത വർഷത്തെ വേൾഡ് കപ്പ് കിരീടം ആര് സ്വന്തമാക്കും? അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് ചൂടുപിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, യൂറോപ്പിലൊക്കെ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേസമയം സൗത്ത് അമേരിക്കയിലെ മത്സരങ്ങൾ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വേൾഡ് കപ്പ് വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സാധ്യതാ കണക്ക് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ബുക്ക് മേക്കേഴ്സ് ആണ് ഈ ഒരു വിജയ ശതമാനം ഇപ്പോൾ പ്രവചിച്ചിട്ടുള്ളത്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. നിലവിൽ ഏറ്റവും കൂടുതൽ കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീം അത് മറ്റാരുമല്ല, സ്പെയിനാണ്. 14% കിരീട സാധ്യതയാണ് സ്പെയിനിന് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത്. അതിൽ അത്ഭുതമില്ല. ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന ടീമുകളിൽ ഒന്ന് സ്പെയിൻ തന്നെയാണ്. കിരീട ഫേവറേറ്റുകളിൽ ഒന്ന് അവർ തന്നെയാണ്. എന്നാൽ രണ്ടാം സ്ഥാനത്ത് ബ്രസീലാണ് വരുന്നത്. അതായത് ബുക്ക് മേക്കേഴ്സ് പറയുന്നത് 11% കിരീട സാധ്യത ഇപ്പോൾ ബ്രസീലിന് ഉണ്ട് എന്നുള്ളതാണ്. സമീപകാലത്ത് ബ്രസീലിന്റെ പ്രകടനം അത്ര ആശാവഹമല്ല. പക്ഷെ അവരെ തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് ഇവരുടെ ഒരു പ്രഡിക്ഷൻ വരുന്നത്. 11% കിരീട സാധ്യത ബ്രസീലിനുണ്ട്. ഫ്രാൻസും അതുപോലെ തന്നെയാണ്. 11% കിരീട സാധ്യതയാണ് ഫ്രാൻസിന് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത്. അതിനുശേഷം വരുന്നത് ഇംഗ്ലണ്ടാണ്. 10% കിരീട സാധ്യത അവർക്കുണ്ട്. അതേസമയം അർജന്റീന അവരുടെയും പിറകിലാണ് വരുന്നത്. ഇംഗ്ലണ്ടിന്റെ പിറകിലാണ് വരുന്നത്. 9% കിരീട സാധ്യതയാണ് നിലവിലെ ജേതാക്കളായ അർജന്റീനയ്ക്ക് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത്. ഇങ്ങനെയാണ് ബുക്ക് മേക്കേഴ്സിന്റെ ഒരു പ്രോബബിലിറ്റി വരുന്നത്. അതായത് സ്പെയിൻ കിരീടം നേടുമെന്നാണ് ഇവരുടെ ഒരു പ്രഡിക്ഷൻ വരുന്നത്. അതിനുശേഷം ബ്രസീൽ വരുന്നു. അതേസമയം അർജന്റീനയാണ് 5ാം സ്ഥാനത്ത് വരുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള സാധ്യതകൾക്കൊന്നും വലിയ പ്രസക്തി ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പ് നമുക്കെല്ലാവർക്കും അറിയാം. ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യയോട് പരാജയപ്പെട്ടുകൊണ്ട് എല്ലാവരും എഴുതിത്തള്ളിയ ടീമാണ് അർജന്റീന. പക്ഷേ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വന്ന അർജന്റീന പിന്നീട് ആ ഒരു കിരീടം നേടിക്കൊണ്ടാണ് ഖത്തർ വിട്ടിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.